Hi all, welcome to another new session of English Vibes. Today we'll be focusing on an important session in English grammar, which are auxiliary verbs. Auxiliary verbs are also known as helping verbs. First of all, let's try to understand what an auxiliary verb is. For understanding this, let's take two incompleted sentences. The first one is I dash a doctor. For completing this particular sentence, we can add an auxiliary verb in this, which is am. So the sentence will be I am a doctor. ഞാൻ ഒരു ഡോക്ടറാണ്. Without adding am, this will not be a perfect sentence and there won't be any meaning. By adding the auxiliary verb am, this sentence will be perfect with a complete meaning. Then another sentence is I dash a car. For completing this sentence, we can add an auxiliary verb which is have. I have a car. എനിക്ക് ഒരു കാർ ഉണ്ട്. By adding the auxiliary verb have, this sentence is completed with a perfect meaning. എനിക്ക് ഒരു കാർ ഉണ്ട്. In these two sentences, am and have are the auxiliary verbs. These are not action verbs. These are just helping sentences to get complete meaning. From this, we can understand the meaning of an auxiliary verb. An auxiliary verb is the verb which helps sentences to get complete meaning. ഒരു സെൻറ്റൻസിന് പൂർണ്ണമായ അർത്ഥം കൊടുക്കുന്ന ക്രിയകളെ ആണ് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയാം. Their main function is helping sentences to get complete meaning. സെൻറ്റൻസുകളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് മീനിങ് കിട്ടാൻ വേണ്ടി, കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടാൻ വേണ്ടി സെൻറ്റൻസുകളെ സഹായിക്കുന്ന ക്രിയകളാണ് ഓക്സിലറി വേർബ്സ്. ദാറ്റ് ഈസ് വൈ ദേ ആർ ഓൾസോ നോൺ ആസ് ഹെൽപ്പിംഗ് വേർബ്സ്. സഹായക ക്രിയകൾ എന്നാണ് മലയാളത്തിൽ പറയുക. സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ സഹായക ക്രിയകൾ എന്നും കൂടി വിളിക്കുന്നത്. Like this, there are mainly 24 auxiliary verbs in English. For instance, is, am, are, was, were, has, have, had, do, does, did, will, would, can, could, shall, should, may, might, must, ought to, dare to, need to, and used to. These are the 24 auxiliary verbs in English. By understanding the usage of these 24 auxiliary verbs, we'll get the basic in English. ഇംഗ്ലീഷിൽ സെൻറ്റൻസ് സിമ്പിളായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 24 ഓക്സിലറി വേർബും എവിടെ എങ്ങനെ ഉപയോഗിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഓക്സിലറി വേർബ്സിനെ വിളിക്കാം. പ്രസൻറ്റിൽ, പാസ്റ്റിൽ, അതുപോലെ ഫ്യൂച്ചറിലൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ 24 ഓക്സിലറി വേർബ്സിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ടുഡേ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ 3 ഓക്സിലറി വേർബ്സ് ഇസ്, ആം ആൻഡ് ആർ. 24 ഓക്സിലറി വേർബ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഇസ്, ആം, ആർ ഈ 3 ഓക്സിലറി വേർബ്സിൽ ഫോക്കസ് ചെയ്യാം. These are known as be forms. In English, there are be forms, have forms, do forms. അങ്ങനെ ചില ഫോംസ് ഉണ്ട്. ഇതിൽ ബി ഫോംസിൽ വരുന്ന കാറ്റഗറിയാണ് ഇസ്, ആം ആൻഡ് ആർ. അതായത് ഈസ്, ആം, ആറിനെ നമ്മൾ കോമൺ ആയിട്ട് ബി ഫോംസ് എന്ന് വിളിക്കും. Now let's try to know the meaning of these auxiliary verbs is, am and are. ഇൻ മലയാളം ആണ് എന്നുള്ള അർത്ഥത്തിൽ, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈസ്, ആം, ആർ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ടീച്ചറാണ്, നമ്മൾ ഫ്രണ്ട്സാണ്, ഞാൻ പഠിക്കുകയാണ്, അവൾ കുക്ക് ചെയ്യുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആണ് അല്ലെങ്കിൽ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പറയും. ഈ ഒരു മലയാളം, ആണ് എന്നുള്ള മലയാളം വരുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓക്സിലറി വേർബ്സ് ആണ് ഈസ്, ആം ആൻഡ് ആർ. In English, there is an application. Is, am and are show present state and relationship. Present state means our situation in the present.
നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം സേയിങ് ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്, ദാറ്റ് ഈസ് മൈ പ്രസൻറ്റ് സിറ്റുവേഷൻ. വി ആർ അറ്റ് ഹോം, നമ്മൾ വീട്ടിലാണ്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ അവർ പ്രസൻറ്റ് സ്റ്റേറ്റ്. പ്രസൻറ്റ് റിലേഷൻ മീൻസ് ഇപ്പോഴുള്ള നമ്മുടെ ബന്ധങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് മൈ ടീച്ചർ, ഓർ വി ആർ ഫ്രണ്ട്സ്, നമ്മൾ കൂട്ടുകാരാണ്. അങ്ങനെയുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് പറയാനുമാണ് നമ്മൾ ഈസ് ആം ആർ ഉപയോഗിക്കുക. സോ ഈസ് ആം ആൻഡ് ആർ ഹാവിങ് ദ മലയാളം മീനിങ് ആണ്. ഇൻ ഇംഗ്ലീഷ് വി ക്യാൻ സേ ദേ ഷോ present state and relationship. This is the first thing that you have to understand. അതിൻ്റെ മീനിങ്ങും അതെന്തിനു ഉപയോഗിക്കുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സെൻറ്റൻസിലാണോ ഈ ഈസ് ആം ആർ വരിക എന്ന് പെട്ടെന്ന് മനസ്സിലാവും. Another second step is, since these auxiliary verbs are having the same meaning, we must know the subject. is, am, are ഈ 3 വേർബ്സിനും ഒരേ മീനിങ് ആണ്. അപ്പോൾ ഇത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു കൺഫ്യൂഷൻ വരാം. The verb am is always used with the subject I. ഞാൻ, എൻ്റെ കാര്യം പറയുമ്പോഴാണ് എപ്പോഴും നമ്മൾ am എന്ന verb യൂസ് ചെയ്യുക. am is always used with the subject I. is always used with singular subjects. ഒറ്റൊരാൾ വരുമ്പോഴാണ് നമ്മളെപ്പോഴും ആണ് എന്ന് പറയാൻ ഈസ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഹീ, ഷീ, ഇറ്റ്, വൺ നെയിം ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂരൽ സബ്ജക്ട്സ്. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർ ആണ് എന്ന് പറയാനാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വിത്ത് യു, ദേ, വി, നെയിംസ്, പേരുകളൊക്കെ വരുമ്പം ആണ് എന്ന് പറയാൻ നമുക്ക് ആർ യൂസ് ചെയ്യാം. Okay, first of all, just understand the meaning of is, am, are, then the subjects. Then, by using this is, am, are, we can make 3 types of sentences. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റും ഈസ്, ആം, ആർ ഉപയോഗിച്ച്. ദേ ആർ പോസിറ്റീവ് സെൻറ്റൻസസ്, നെഗറ്റീവ് സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയാം, നെഗറ്റീവായിട്ട് പറയാം, അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റും ഈ ഈസ്, ആം, ആർ ഉപയോഗിച്ച്. ഇൻ പോസിറ്റീവ് സെൻറ്റൻസസ് എവറിത്തിങ് ഈസ് പോസിറ്റീവ്, എല്ലാം ആണ് എന്ന് പറയാനാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ പറയാം ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം അറ്റ് ഹോം നൗ, ഞാനിപ്പോൾ വീട്ടിലാണ്, ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ്. ഐ ആം സ്റ്റഡിയിങ് ഫിസിക്സ്, ഞാൻ ഫിസിക്സ് പഠിക്കുകയാണ്. ഹീ ഈസ് മൈ ടീച്ചർ, അദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്, അവൾ എൻ്റെ ഫ്രണ്ടാണ്. വി ആർ വാച്ചിങ് എ മൂവി, നമ്മളൊരു മൂവി കാണുകയാണ്. യു ആർ റിയലി സ്മാർട്ട്, നിങ്ങൾ സ്മാർട്ടാണ്. അങ്ങനെ ആണ് എന്ന് വരുന്നിടയ്ക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഈസ്, ആം, ആർ എന്ന വേർബ് യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഈ ഈസ്, ആം, ആർ മാറ്റിക്കൊടുക്കുക. അങ്ങനെ ഫുൾ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഓരോ സബ്ജക്റ്റ് എടുത്തിട്ടും നിങ്ങൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. ദെൻ വി ക്യാൻ മേക്ക് നെഗറ്റീവ് സെൻറ്റൻസസ്. നെഗറ്റീവ് സെൻറ്റൻസസിൽ അല്ല എന്നാണ്, ആണ് എന്ന് പറഞ്ഞ കാര്യം അല്ല എന്ന് പറയാനാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഇറ്റ് ഈസ് റിയലി ഈസി ടു മേക്ക് എ നെഗറ്റീവ് സെൻറ്റൻസ് ബൈ ആഡിങ് നോട്ട് ആഫ്റ്റർ ദ ഓക്സിലറി വേർബ്സ്. ഈസ്, ആം, ആർ കഴിഞ്ഞ് ഒരു നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി. ഫോർ എക്സാമ്പിൾ, ഐ എം നോട്ട് അറ്റ് ഹോം നൗ, ഞാനിപ്പോൾ വീട്ടിൽ അല്ല, ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഹി ഈസ് നോട്ട് മൈ ടീച്ചർ, അദ്ദേഹം എൻ്റെ അധ്യാപകനല്ല, ഹി ഈസ് നോട്ട് മൈ ടീച്ചർ. വി ആർ നോട്ട് വാച്ചിങ് എ മൂവി, നമ്മളൊരു മൂവി കാണുകയല്ല. ഷീ ഈസ് നോട്ട് കുക്കിംഗ് ഫുഡ്, അവൾ ഭക്ഷണം ഉണ്ടാക്കുകയല്ല. അങ്ങനെ അല്ല എന്ന് പറയാൻ ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട് ഉപയോഗിക്കും, വാട്ട് എവർ ആക്ഷൻ ഇറ്റ് ഈസ്. ദെൻ വി ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻസ് ഓൾസോ. ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആണോ, എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈസ്, ആം, ആർ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇൻ ദ കേസ് ഓഫ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വി മസ്റ്റ് യൂസ് ദ ഓക്സിലറി വേർബ്സ് ഫസ്റ്റ്. എപ്പോഴും ചോദ്യം ചോദിക്കുമ്പം സബ്ജക്റ്റിലല്ല നമ്മൾ സെൻറ്റൻസ് തുടങ്ങേണ്ടത്, വേർബ്സിലാണ്. ഇവിടുത്തെ ഓക്സിലറി വേർബ്സ് ഈസ്, ആം, ആർ ആണ്. അപ്പോൾ ഇതിൽ വേണം നമ്മൾ ആണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ ഓക്സിലറി വേർബ്സിൽ വേണം നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ആർ യു അറ്റ് ഹോം നൗ, നീ ഇപ്പോൾ വീട്ടിലാണോ? ആർ യു അറ്റ് ഹോം നൗ, യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആറാണ് വരിക. അപ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പം യു ആർ അറ്റ് ഹോം അല്ല, ആറിനെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുക. ആർ യു അറ്റ് ഹോം നൗ. ഈസ് ഷീ കുക്കിംഗ് ഫുഡ്,
അവൾ ഭക്ഷണം പാകം ചെയ്യുകയാണോ. ഷീ ഈസ് കുക്കിംഗ് ഫുഡ് എന്നതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ഷീ ഈസ് കുക്കിംഗ് ഫുഡിൽ ഇസിനെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് ഷീയെ രണ്ടാമത്. ഈസ് ഷീ കുക്കിംഗ് ഫുഡ്. ദെൻ ആർ ദേ പ്ലേയിങ്, അവർ കളിക്കുകയാണോ. ആർ ദേ പ്ലേയിങ് ചെസ്. ദേ ആർ പ്ലേയിങ് ചെസ്, ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ്. അവർ ചെസ്സ് കളിക്കുകയാണ്. ദേ ആർ നോട്ട് പ്ലേയിങ് ചെസ് ഇസ് എ നെഗറ്റീവ് സെൻറ്റൻസ്. കളിക്കുകയല്ല. ദെൻ ആർ ദേ പ്ലേയിങ് ചെസ്, അവർ ചെസ്സ് കളിക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ആർ എന്ന വേർബിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്സിലറി വേർബ്സിലാണ്, നോട്ട് വിത്ത് എ സബ്ജക്റ്റ്. So that is all about the be forms like is, am and are, these auxiliary verbs. So first of all, just try to understand the meaning of these auxiliary verbs. ആണ്, they show present state and relation. നമ്മുടെ ഇപ്പോൾ ഉള്ള അവസ്ഥ, നമ്മുടെ ബന്ധങ്ങളൊക്കെ പറയാനാണ് നമ്മൾ is, am, are ഉപയോഗിക്കുക. Then aware of the subject. Am is used with I, is with singular, are is with plural. Then try to make maximum positive sentences, negatives and questions. ആണ്, അല്ല, ആണോ എന്നുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, കൺസ്ട്രക്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് പർട്ടിക്കുലർ സെഷൻ, and I'll come up with another new session in my next video. Bye.